നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോകുന്ന പോക്കിലും തനിക്ക് പക തോന്നിയവരെ തീർത്തേ ഇറങ്ങുവെന്ന കുടിലത. പിണറായി വിജയന്റെ ആനപ്പക എത്ര ഉദ്യോഗസ്ഥരുടെ ജീവിതമാണ് തകർത്തത്. പക്ഷെ എല്ലാ ഉദ്യോഗസ്ഥരും വിജയനെ ഭയന്ന് പഞ്ചപുച്ഛമടക്കി നിൽക്കുമെന്ന് കരുതരുത്. കഴിഞ്ഞ ദിവസം പിണറായിക്കെതിരെ ഒരു ഉഗ്ര ശബ്ദം ഉയർന്നത് കേരളം കേട്ടുകാണും. പിണറായി അടിച്ചുകൊടുത്ത സസ്പെൻഷൻ ലെറ്റർ കീറി ബി അശോക് IAS കട്ടയ്ക്ക് കളത്തിൽ. സർക്കാർ നയങ്ങളെ, പിണറായി വിജയനെ വിമർശിച്ചയാളാണ് ബി അശോക് IAS. അതിന്റെ ചൊരുക്കാണ് പിണറായി തീർത്തത്. എന്നാൽ ഒരു ഇഞ്ച് മെരുങ്ങാതെ ബി അശോക് ശക്തമായി പിണറായിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാവൽ സർക്കാരാണ് നിലവിലുള്ളത്. അതിന്റെ മുന്നോട്ടുള്ള യാത്ര തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടി. തിരക്കിട്ട് നടപടി ആലോചിക്കുന്നില്ല. അശോക് IAS പച്ചയ്ക്ക് പറഞ്ഞു വെക്കുന്നത് മെയ് 4-ന് റിസൾട്ട് വരും. എല്ലാ കാലത്തും കേരളം പിണറായി അല്ലല്ലോ ഭരിക്കുന്നത്. പുതിയ സർക്കാർ ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം നടപടി. UDF ആണെങ്കിൽ വിജയന് നല്ല നമസ്കാരം, അല്ല ഇടതു തന്നെയാണെങ്കിൽ വിജയനോട് ഫൈറ്റ് ചെയ്യും. ഇതാണ് പച്ചയ്ക്ക് ബി അശോക് പറഞ്ഞു വെക്കുന്നത്. പിണറായി വിജയൻ തോറ്റ ഒരു നേതാവാണെന്ന് ബി അശോക് പറയുന്നുണ്ട്. അതായത് ജനങ്ങളോട് ഒരു തോറ്റ ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് IAS-കാരൻ തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറങ്ങിപ്പോകാറായിട്ടും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും പിണറായിക്ക് കുറവില്ല. പോകുന്ന പോക്കിൽ IAS IPS-കാരുടെ നെഞ്ചത്തോട്ടാണ് കുതിരകയറ്റം. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു, പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചു എന്ന പഴുതെടുത്താണ് അശോകിനെ പൂട്ടിയത്. കടുത്ത വിമർശനങ്ങളാണ് പിണറായി ഭരണകൂടത്തിനെതിരെ അദ്ദേഹം ഈ ഇടക്കാലത്ത് നടത്തിയത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ പലതും അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. ഈ 10 വർഷക്കാലം IAS IPS ഉദ്യോഗസ്ഥരെ അവരുടെ ജോലി എടുക്കാൻ അനുവദിക്കാതെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പച്ചയ്ക്കാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥർക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അവർക്കൊന്നും പറയാൻ കഴിയില്ല. എല്ലാം ധാർഷ്ട്യമാണ് പിണറായിക്ക്. ആ ധാർഷ്ട്യത്തെയാണ് അശോക് എതിർത്തത്. ഇടത് സംഘടനകളുടെ കണ്ണിലെ കരടായിരുന്നു അശോക് IAS. അതാണ് സസ്പെൻഷൻ കൊടുത്ത് പൂട്ടാൻ നോക്കിയത്. എന്നാൽ അശോക് IAS പേടിച്ച് കാൽക്കൽ വന്ന് വീഴുമെന്നായിരിക്കും പിണറായി കരുതിയത്. പോയി പണി നോക്കെന്ന് അദ്ദേഹം കട്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് നിലനിൽക്കില്ലെന്ന് ഡോക്ടർ അശോക് പ്രതികരിച്ചത്. സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടിയിട്ടില്ല, സർവീസ് ചട്ടം 7-ന് വിരുദ്ധമാണ് പ്രതികരണം എന്നീ കുറ്റങ്ങളാണ് ആരോപിക്കുന്നത്. അത് രണ്ടും താൻ നിഷേധിക്കുന്നു. പക്ഷേ ഈ സസ്പെൻഷൻ ഉത്തരവിൽ എന്താണ് സർക്കാർ പ്രതികൂലമായി കണ്ട പ്രസ്താവനയെന്നോ വ്യക്തമല്ല. വളരെ അവ്യക്തമായ ഉത്തരവാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ കാര്യമായി ഞാൻ വേവലാതിപ്പെടുന്നില്ല. നിയമപരമായി ചോദ്യം ചെയ്താൽ നിലനിൽക്കുന്ന ഉത്തരവാണെന്ന് കരുതുന്നില്ല. ഇതുവരെയുള്ള ഉത്തരവുകൾ പോലെ തന്നെ നിലനിൽക്കുന്ന ഉത്തരവല്ല ഇതും. പക്ഷേ ഇപ്പോൾ ഉടൻ നിയമ നടപടി പരിഗണനയിലില്ല. കാരണം ഇവിടെ ഇപ്പോൾ കാവൽ സർക്കാരാണ് നിലവിലുള്ളത്. അതിന്റെ മുന്നോട്ടുള്ള യാത്ര തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടി. തിരക്കിട്ട് നടപടിക്ക് ആലോചിക്കുന്നില്ല എന്ന് അശോക് പറയുമ്പോൾ അടുത്ത സർക്കാർ ഏതാണ് എന്നറിഞ്ഞതിന് ശേഷമായിരിക്കും താൻ നിയമ നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇടതുപക്ഷ സംഘടനകളുടെ സ്വകാര്യ പരാതി സ്വീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെതായ പരിശോധന നടത്താതെ മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ഉത്തരവ് നിലനിൽക്കില്ല എന്ന് തന്നെ അശോക് കൃത്യമായി പറയുന്നുണ്ട്. അതായത് ചിലർക്ക് ബി അശോക് കണ്ണിലെ കരടായിരുന്നു. അപ്പോൾ അവർ പിണറായി വിജയനോട് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞവർ ആരാണ്? ഇടതുപക്ഷക്കാരാണ്, ഇടതുപക്ഷ സംഘടനകളാണ്. അവരുടെ പരാതിയിന്മേൽ പിന്നെ പിണറായിക്ക് ഒരു ചൊരുക്കുണ്ടല്ലോ ബി അശോകിനോട്. കാരണം ഈ സർക്കാരിനെതിരെ പല വിമർശനങ്ങൾ അദ്ദേഹം പൊതുമധ്യത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചൊരുക്ക് നന്നായി പിണറായിക്ക് കാണും. കിട്ടിയ അവസരത്തിൽ ഇനി ചിലപ്പോൾ ഈ സർക്കാർ അല്ല വരുന്നതെങ്കിൽ പിന്നെ ഇട്ടൊരു പണി കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ടുകൂടി അവസാന നിമിഷം ഇട്ടൊരു പണി കൊടുത്തതാണ്. പക്ഷെ അങ്ങനെയൊന്നും താൻ ഭയക്കില്ല എന്ന് അശോക് വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. മുൻപ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ മലയാളി വാർത്തയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ആ ഇന്റർവ്യൂവിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഈ പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച്. അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. പൊതു ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ 360 ഡിഗ്രി വളയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ചരടിന്മേൽ കോർത്ത പാവകളെ പോലെ നമ്മൾ പറയുന്ന ഇഷ്ടമാവോ ആവോ ആ ഒരു അവസരം സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, കണ്ണ് അനക്കുന്നത്, വണ്ടി ഓടിക്കുന്നത്, ഇറങ്ങുന്നത്, പോകുന്നത് ഇഷ്ടമാവോ ആവോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബെയറിംഗ് പോവില്ലേ? അല്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല, ഒറ്റ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഇൻ ദാറ്റ് സെൻസ് അതാദ്യം തന്നെ സെറ്റിൽഡ് ആയിരുന്നു.
ഞാൻ ഓർക്കുന്നത് അഭിപ്രായം പറയാനും പറ്റില്ല. അഭിപ്രായത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒതുക്കി നമ്മളൊക്കെ ഈ അനിഷ്ടം എക്സ്പെക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ശരാശരി മനുഷ്യൻ പേടിക്കില്ലേ? തീർച്ചയായും. ഇപ്പം നമുക്കിവിടെ വേരുകളുള്ളത് കൊണ്ട്, നമുക്ക് ജോലി ഇല്ലെങ്കിലും കഴിയാവുന്നുള്ളത് കൊണ്ട്, നമുക്ക് പിന്നെ അത്യാവശ്യം പിന്നെ സമൂഹത്തിൽ കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ശക്തി തോന്നുന്നതാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വന്ന് ഇവിടെ ഒരു മഹാരാഷ്ട്രത്തിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളിന് അത്ര ഒരു സപ്പോർട്ട് കിട്ടുമോ? ഇല്ല. അയാൾ അത് പിന്നെ വെൽക്കം അല്ലാന്ന് കണ്ടാൽ പിന്നെ അയാൾ വസ്തുത പറയത്തില്ല. അതാണ് സാഹചര്യം. ഞാൻ ഓർക്കുന്ന ഒരു എപ്പിസോഡ്, എവിടെ എന്ത് ആരെപ്പോൾ പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ട്രാൻസിഷനൊക്കെ നടന്ന സമയത്ത് ജേർണലിസത്തിൽ നിന്ന് വന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഏത് യോഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും ചോദ്യം ചോദിക്കും, നമ്മളോടും ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. അപ്പോൾ അദ്ദേഹം ഇതുപോലൊരു ഉന്നതതല അധ്യക്ഷത നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പതിവ് രീതിക്ക് കാര്യങ്ങൾ മാറിയതറിയാതെ, പഴയ ഉമ്മൻചാണ്ടിയുടെ കാലം തോളെ കൈയിടാവുന്ന കാലം മാറിയതറിയാതെ അദ്ദേഹം ചോദിച്ചു, സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം തന്നെ മറുപടി കൊടുത്തു, ചോദ്യം ഇങ്ങോട്ട് വേണ്ട. അതോടുകൂടി പിന്നെ ഇപ്പോഴത്തെ ഒരു പൊതു നയമാണ്, ചോദ്യം വേണ്ട, ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതോടുകൂടി പിന്നെ അതിനുശേഷം പിന്നെ ആരും അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, ഒറ്റ ചോദ്യവുമില്ല. ചോദ്യം ചോദിക്കേണ്ടവർക്കൊക്കെ വീട്ടിൽ പോയി ചോദിക്കാം. അല്ല, അത് ഞാൻ പറയുന്നില്ല, അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് വെയർ ഓൾ വിഡ്രോൺ അറ്റ് ദാറ്റ് പോയിന്റ്. പിന്നെ സംഗതികൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് ഡെമോക്രസി. അങ്ങനെ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ആത്മാർത്ഥത നഷ്ടപ്പെടില്ലേ? അല്ല, അത് അത്രയ്ക്ക് മതിയെന്ന് വെക്കും. അല്ല, അപ്പോൾ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല അവിടെ കുറയുന്നത്. അല്ല, അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്, ജനങ്ങളുടെ ഡെലിവറിക്കകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഈ എല്ലാവരും സർക്കാരുമായിട്ട് ദൈനംദിന കോണ്ടാക്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. ഇപ്പം താഴേക്കിടയിലുള്ള സർവീസ് ഡെലിവറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ അപ്പറ്റ ഒരു കളക്ടർ വരെ, അവർക്ക് എല്ലാ ദിവസവും മിനിസ്റ്റേഴ്സിനെ കാണേണ്ട ആവശ്യമില്ല. അവർ കാണേണ്ടപ്പോൾ മാത്രം, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന യോഗത്തിൽ ഉന്നത തലത്തിൽ വന്നാൽ മതി, അല്ലെങ്കിൽ അവരെ സെക്രട്ടറിമാർ കൈകാര്യം ചെയ്തോളും. അപ്പോൾ അവർക്ക് ആ ദൈനംദിന പ്രശ്നമില്ല. പക്ഷേ സെക്രട്ടറീസ് എന്ന് പറയുന്നത് ദൈനംദിനം ക്യാബിനറ്റുമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, എപ്പോഴും ഹൈ വോൾട്ടേജ് ആണ്. ഒന്നുകിൽ ഗവർണർ, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ, അല്ലെങ്കിൽ കേന്ദ്ര സെക്രട്ടറിമാർ, അല്ലെങ്കിൽ ഇവരാണല്ലോ നമ്മുടെ ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം. അപ്പോൾ അവിടെ ഫ്രാങ്ക് ആൻഡ് ഫെയർ ഡിസ്കഷൻസിനുള്ള സ്കോപ്പാണ് നമ്മുടെ എഫക്റ്റീവ്നെസ്സിനെ ഡിസൈഡ് ചെയ്യുക. പല കാര്യങ്ങളും നമ്മൾ ഗോപ്യമായിട്ട് പറയേണ്ടതായിട്ടും വരും. അപ്പോൾ അതൊരു മൈനസാണ്. പക്ഷേ വേറെ ചില സ്ട്രെങ്തുകളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എൻഫോഴ്സ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, ആ ഒരു പില്ലർ എന്നുള്ള നിലയിൽ പിന്നെ ഒരു സംഗതിക്ക് ഒരു സ്ട്രെങ്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദൗർബല്യം അങ്ങനെയും വരും. ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പലപ്പോഴും ഭരണകൂടവുമായി ഇങ്ങനെ ഏതെങ്കിലും തലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലപ്പുറം ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ പിന്തുണ ഈ ഭരണകൂടത്തിനുണ്ട്. അവർ വ്യക്തിപരമായി വേട്ടയാടില്ലേ? ആക്ഷേപങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായി ചിലപ്പോൾ ചില സൗഹൃദങ്ങളുടെ പേരിലാവാം, അല്ലെങ്കിൽ മറ്റ് ചില അപകട കെണികൾ ഒരുക്കി വെച്ചിട്ടാവാം. അതൊക്കെ വലിയ അപകടകരമായ അവസ്ഥ. ആ അപകടം എപ്പോഴും ഉണ്ട്. കാരണം ഈ ഗെയിമിൽ യാതൊരുവിധ മര്യാദകളുമില്ല. ഏത് തരം വരെയും പോയി ആളെ വീഴ്ത്താനുള്ള സംവിധാനം, അത് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അത് അറിയാം. അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭീതിയുണ്ട് ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ KSEBിലൊക്കെ എനിക്ക് വളരെ പ്രത്യേകമായിട്ടറിയാം, ഈ താഴേക്കിടയിലുള്ള ചില ജീവനക്കാരികളെ ഉപയോഗിച്ചുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്കറിയാം. അത് അങ്ങനെയുള്ള നിരവധി ഫയലുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. KSEB ഒരു വളരെ വിചിത്രമായ ഏജൻസിയാണ്. അവിടെ 6 കൊലക്കേസ് പ്രതികൾ തന്നെ ഉണ്ട്. ഞാനവിടെ ചെയർമാനായിട്ട് PFIയുടെ ദേശീയ ചെയർമാൻ, അവിടുത്തെ ഓവർസിയറാണ്. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് അദ്ദേഹം തിഹാർ ജയിലിലോ മറ്റോ അവരെ അറസ്റ്റ് ചെയ്തല്ലോ എല്ലാവരും. അതേ KSEBിലെ ഓവർസിയറാണ്. അപ്പോൾ എൻ്റെ പുറത്ത് ആ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്ത് സർവീസിൽ തിരിച്ചെടുക്കണമെന്ന് വളരെ കാര്യമായ ശുപാർശകളും ഫയലും ഉണ്ടായിരുന്നു. അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയാണ് എനിക്ക് അതിന് ക്ലിയറൻസ്, ഞാൻ എഴുതി ചോദിക്കുകയും അദ്ദേഹം ക്ലിയറൻസ് തരാതിരുന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത്ര കടുത്ത പിന്നെ അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു. നോട്ട് പർട്ടിക്കുലർലി ഗവൺമെൻറ്, പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളൊരു വിചിത്ര ലോകമാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ആദ്യം വലിയ സൗഹൃദം കാണിക്കും ഈ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത്, ഈ പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരിയെ കൊണ്ട് അത് കാണിപ്പിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ മനുഷ്യരല്ലേ, ചില രീതിയിലുള്ള ചാബല്യങ്ങൾ, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ്, പിന്നെ എന്തെങ്കിലും ഒരു സ്ലിപ്പ് ഈ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് പറ്റും. ആത്യന്തികമായിട്ട് അയാൾ രാവിലെ തൊട്ട് മുഷിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഈ കുറച്ചൊരു മധുരം കിട്ടിക്കഴിയുമ്പോഴേക്കും അറിയാതെ ഇല്ല ഈച്ചയെ പോലെ അയാൾ കയറി അതിൽ കാല് വെക്കും, തീർന്ന്. പിന്നെ അവർ പറയുന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ പിറ്റേ ദിവസം ട്രാപ്പ് ചെയ്യും. IAS IPS ഉദ്യോഗസ്ഥരെ എല്ലാം പിണറായി വിജയൻ ഇങ്ങനെ തുടലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കൂട്ടരെ അഴിച്ചുവിടും, തങ്ങൾക്ക് ശത്രുത തോന്നുന്നവരെ കടിച്ചു കീറാൻ. ഒന്ന് ഓർത്തു നോക്കണം,
IAS IPS ഉദ്യോഗസ്ഥരുടെ ഒരു ഗതികേട്, ഈ ഭരണകൂടത്തിന്റെ കീഴിൽ ഇങ്ങനെ അടിമകളെ പോലെ പണിയെടുക്കേണ്ടി വന്നതിനെ കുറിച്ചാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. കേരളത്തിലെ നമ്പർ 1 പോലീസ്, നമ്പർ 1 ഉദ്യോഗസ്ഥരെന്നൊക്കെ പിണറായി ഇടയ്ക്കിടെ തള്ളിമറിക്കാറുണ്ട്. അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഈ 10 വർഷക്കാലം കേരളം ഇതിലും മുൻപോട്ട് പോയേനെ. എന്നാൽ അതിനനുവദിക്കില്ല. ഉദ്യോഗസ്ഥർ ഞാൻ പറയുന്നതിനനുസരിച്ച് പണിയെടുത്താൽ മതി എന്നുള്ള ധാർഷ്ട്യം, എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാലോ അത്തരം ചോദ്യങ്ങൾ വേണ്ട എന്നുള്ള കാർക്കശ്യം. ബി അശോക് കൃത്യമായി പറയുന്നുണ്ട് മുൻ സർക്കാരിൻ്റെ കാര്യത്തെക്കുറിച്ചും. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവർ അനുഭവിച്ച ഒരു പ്രിവിലേജുകളെ കുറിച്ച് കൂടി അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ മെറ്റീരിയൽ ആയിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ബി അശോക് പറയുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ സംഘടനയെ താങ്ങിയല്ല അദ്ദേഹം പറയുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കൃത്യമായി ജോലി ചെയ്യണമെങ്കിൽ, അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണമെങ്കിൽ ഭരണകൂടം അതിനനുസരിച്ചുള്ള ഒരു വലയം ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ ഇവിടുത്തെ ഭരണകൂടമോ അവരെ കെട്ടി വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ സമയത്തും ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വെച്ച് പിണറായിയെ കമ്പയർ ചെയ്യുകയാണ്. അങ്ങനെ കമ്പയർ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പിണറായിയുടെ ധാർഷ്ട്യ നിലപാട് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരാരും പിണറായി വിജയന്റെ കാലത്ത് ഞങ്ങൾ മികച്ച രീതിയിൽ ജോലി ചെയ്തു എന്ന് ഇവർക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? IAS IPS ഉദ്യോഗസ്ഥർക്കെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയാനാണ് നേരമുള്ളത്. കാരണം ആ സർക്കാരിൻ്റെ കാലത്ത് അവർ നല്ല രീതിയിൽ പണിയെടുത്തു എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ബി അശോക് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു കൃത്യമായ ഒരു അജണ്ട ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇരുണ്ട കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് 2016 മുൻപ് ഇവിടെ കേരളത്തിൽ അങ്ങ് ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്ന്. അതിലെന്ത് യുക്തിയാണുള്ളതെന്ന് ബി അശോക് തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം ഇടത് സംഘടനകൾ, ഇടത് സർക്കാർ ഇതിനു മുൻപും ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. 2016 മുൻപ് ഇടത് സർക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാലത്തും ഇവിടെ ഇരുണ്ടതായിരുന്നോ? ആ ഒരു ചോദ്യം, റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരുണ്ടതിനെ ഞങ്ങൾ വെളുപ്പിച്ചു എന്നൊക്കെ പിണറായി പറയുന്നതിനെ അങ്ങേയറ്റം ബി അശോക് പരിഹസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞതെല്ലാം ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഒരു IAS ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹവും ഇവിടുത്തെ ഈ രാജ്യത്തെ ഒരു പൗരനാണല്ലോ. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു മറയുമില്ലാതെ പറയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പായാണ് ബി അശോകിനെതിരായ പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഉദ്യോഗസ്ഥനാണ് അശോക്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇല്ലാതെയാണ് ഈ അസാധാരണ നടപടി എന്നത് ഭരണകൂടത്തിന്റെ പ്രതികാര ബുദ്ധിയാണ് വ്യക്തമാക്കുന്നത്. അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുന്നതിന് മുൻപ് തങ്ങളെ എതിർക്കുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്ന തന്ത്രമാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിലുള്ളത്. ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തിരക്കിട്ട സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കുറച്ചു കാലമായി തന്നെ സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്നു അശോക്. KCB ചെയർമാനായിരുന്ന കാലത്തും മറ്റു സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നപ്പോഴും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന അദ്ദേഹം പലപ്പോഴും ഭരണസിരാ കേന്ദ്രങ്ങളെ വിട്ടിലാക്കിയിരുന്നു. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പലപ്പോഴും അദ്ദേഹം. ഈ വൈരാഗ്യമാണ് ഇപ്പോൾ സസ്പെൻഷൻ രൂപത്തിൽ മാറിയിരിക്കുന്നത്. നേരത്തെ പ്രതികാര നടപടി എന്ന നിലയിൽ കൃഷി വകുപ്പിൽ നിന്നും ബി അശോകിനെ സ്ഥലം മാറ്റിയിരുന്നു. സ്ഥലം മാറ്റത്തിനെതിരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച അശോക് അനുകൂല വിധി നേടിയിരുന്നു. ഇതോടെ സർക്കാരിന്റെ അപ്രീതിക്ക് അശോക് പാത്രമായിരുന്നു. തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച് അതിലേക്ക് മാറ്റിയെങ്കിലും അശോക് സ്ഥലമാറ്റത്തിനെതിരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഇതിനു മുൻപും സ്ഥലമാറ്റത്തിനെതിരെ അശോക് നിയമ നടപടികളുമായി മുൻപോട്ട് പോയിട്ടുണ്ട്. അശോകിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. തുടർഭരണത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ബി അശോക് ഉയർത്തിയിരുന്നു. തുടർഭരണം ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടാക്കും. തുടർ ഭരണാനുഭവം വ്യക്തികളിലും കക്ഷികളിലും ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടാക്കുന്നുവെന്നും ഒരു ലേഖനത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. MD വാസുദേവൻ നായർ നൽകിയ മുന്നറിയിപ്പും സച്ചിദാനന്ദൻ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞതും തുടർച്ചയായ ഭരണാനുഭവം വ്യക്തികളിലും കക്ഷികളിലും വരുത്തുന്ന ഫാസിസ്റ്റ് മനോഭാവത്തെ പറ്റിയാണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സർക്കാർ കാലാവധി തീരും മുൻപ് അശോകിനെതിരെ കൈക്കൊണ്ട നടപടിയിൽ തന്നെ പ്രതികാരം വ്യക്തമാണ്. എന്തായാലും മെയ് 4 ശേഷം അശോക് തന്റെ തീരുമാനം എടുക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.